ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സർക്കാരിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം. സംസ്ഥാനത്തെ ജയിൽ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ഇന്ന് ചേരും. ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. അടിമുടി ഉണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ച പ്രതിപക്ഷം ആയുധമാക്കിയതിനാൽ ശക്തമായ തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ഇന്ന്. ക്രമസമാധാന ചുമതലയുള്ള DGPയും ആഭ്യന്തര സെക്രട്ടറിയും പങ്കെടുക്കും. ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നതിൽ ഇന്ന് തീരുമാനം. ആശാവർക്കർമാർക്ക് ആശ്വാസവുമായി കേന്ദ്രം. ഇൻസെന്റീവ് 2000 രൂപയിൽ നിന്ന് 3500 ആക്കി വർദ്ധിപ്പിച്ചു. വിരമിക്കൽ ആനുകൂല്യവും കൂട്ടി. തീരുമാനമെടുത്തത് മാർച്ചിൽ ചേർന്ന യോഗത്തിൽ. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. തീരദേശ മേഖലയിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജ്യം വിജയ് ദിവസ് സ്മരണയിൽ കാർഗിൽ യുദ്ധവിജയത്തിന് ഇന്ന് 26 വർഷം. വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ അനുസ്മരിച്ച് ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പ്രത്യേക പരിപാടികൾ. സർവകലാശാലകളിലെ ഭിന്നത തീർക്കാനുള്ള സർക്കാർ നീക്കം പാളി. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് തിരിച്ചടി. VCയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവകലാശാലയിലേക്ക് ഇന്ന് SFI മാർച്ച്. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് കൂറ്റൻ ലീഡിലേക്ക്. ഇംഗ്ലണ്ട് 7 വിക്കറ്റിന് 544 റൺസ് എന്ന നിലയിൽ. ജോ റൂട്ടിന് സെഞ്ചുറി. കഴിഞ്ഞ ദിവസം ജയിൽ ചാടിയ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടരുന്നു. ജയിൽ ചാടിയതിനെതിരെ മറ്റൊരു കേസ് കൂടി എടുത്ത് ഇന്നലെ തന്നെ ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നു. ജയിൽ മേധാവിയുടെ ഉത്തരവ് വരുന്ന മുറയ്ക്ക് ഗോവിന്ദചാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയ്യൂർ ജയിലിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി വർഷ ചേരുന്നുണ്ട്. വർഷ, കണ്ണൂരിനേക്കാൾ സുരക്ഷയുള്ളതിനാൽ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത് ഗോവിന്ദചാമിയെ. ഇന്ന് എപ്പോഴായിരിക്കും ആ തീരുമാനം ഉണ്ടാവുക? ഏകദേശം 10 മണിയോട് കൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതീവ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗോവിന്ദചാമിയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇത്രയധികം അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് ഗോവിന്ദചാമി നിഷ്പ്രയാസം ജയിൽ ചാടിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു വീഴ്ച തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഇത് ഈ ഒരു ജയിൽ ചാട്ടം ഗോവിന്ദചാമി ഇന്നോ ഇന്നലെയോ തീരുമാനിച്ചതല്ല. അതിന് മാസങ്ങളായുള്ള അല്ലെങ്കിൽ വർഷങ്ങളായുള്ള ഒരു പരിശ്രമം തന്നെ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഗോവിന്ദചാമിയുടെ മൊഴിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അതീവമായ ഒരു ഗുരുതര വീഴ്ച അവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ ഗോവിന്ദചാമി സെല്ല് മുറിക്കാൻ വേണ്ടി ഉപ്പ് ഉപയോഗിച്ച് അത് ദ്രവിപ്പിച്ചു എന്നുള്ളതടക്കം അദ്ദേഹം ഈ താടി വെക്കുന്ന കാര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ജയിൽ അധികൃതർ അല്ലെങ്കിൽ ജയിൽ വാർഡന്മാർ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ആ വലിയ രീതിയിലുള്ള വീഴ്ച കണ്ടുകൊണ്ട് തന്നെയാണ് വിയ്യൂർ ജയിലിലേക്ക് ഇപ്പോൾ ഇയാളെ മാറ്റാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടി കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അസിസ്റ്റന്റ് ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസർമാരെയാണ് ഇതോട് സംബന്ധിച്ച് സസ്പെൻഡ് ചെയ്തത്. വരും മണിക്കൂറുകളിലും മറ്റ് നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം സൂപ്രണ്ടിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള പരാതി ഉയരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും വലിയ വീഴ്ച സംഭവിച്ചെന്നുള്ള കാര്യം സൂപ്രണ്ട് തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ ഒരു
ആസൂത്രണം ആരും അറിഞ്ഞിരുന്നില്ല. ദിവസങ്ങളെ മാസങ്ങളായുള്ളൊരു പരിശ്രമമാണ് ഈ ഒരു ജയിൽ ചട്ടത്തിന് പിന്നിൽ ഗോവിന്ദചാമിക്കുള്ളത്. അദ്ദേഹം ചപ്പാത്തി കഴിച്ച് തടി കുറയ്ക്കുന്നത്, അതേപോലെ ഈ സാധനങ്ങൾ, പല ആക്രി സാധനങ്ങളും ജയിലിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നെല്ലാം ശേഖരിക്കുന്നു തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. ഈ BP ഉപയോഗിച്ചാണ് അദ്ദേഹം ജയിൽ ചാടാൻ ഉപയോഗിച്ചത് തുടങ്ങിയ പല കാര്യങ്ങളും. ഇതൊന്നും തന്നെ ജയിൽ അധികൃതർ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇന്നലെ മെഡിക്കൽ പരിശോധനയ്ക്കെല്ലാം ശേഷമാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്. ശേഷം കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് ഗോവിന്ദചാമിയെ റിമാൻഡ് ചെയ്തത്. തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ ഇയാളെ മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് വിയ്യൂരിലേക്ക് മാറ്റാമെന്നുള്ളൊരു നടപടിയിലേക്ക് എത്തുന്നത്. ഇന്ന് ആ കാര്യത്തിൽ കൂടുതൽ തീരുമാനമാകുമെന്നാണ് കരുതുന്നത്. വർഷ, ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇലക്ട്രിക് ഫെൻസിങ്ങും CCTV ഒന്നും പ്രവർത്തനമല്ല എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ അതിലൊരു പരിശോധന ഇന്നുണ്ടാകുമോ? അതെ, ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയ ശേഷം ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഈ വിവരം ജയിൽ അധികൃതർ അറിയുന്നത് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ CCTV ഒന്നും അവിടെ വർക്ക് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ പരിശോധിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഫെൻസിങ്ങും പ്രവർത്തിച്ചിരുന്നില്ല എന്ന കാര്യം ഇതിനോടകം തന്നെ അറിയാൻ കഴിയുന്നു. കാരണം ആ ഫെൻസിങ്ങിലേക്കാണ് ഇയാൾ തുണി ഉപയോഗിച്ച് ജയിൽ ചാടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ CCTVയും ഫെൻസിങ്ങും അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയിൽ DIG ജയിൽ സന്ദർശിക്കാനിരിക്കെയാണ് ഗോവിന്ദചാമിയുടെ ഈ ഒരു ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ജയിൽ DIG ഉൾപ്പെടെയുള്ളവർ കണ്ണൂരിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെല്ലാം ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇനി കൂടുതൽ പേരിലേക്ക് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാകേണ്ടതുണ്ട്. കണ്ണൂരിനെ പോലെ ഇത്രമാത്രം വൻ സുരക്ഷയുള്ള ഒരു ജയിലിൽ ഈ ഒരു ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ എത്രമാത്രം ബാധിക്കും എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. ഇതെല്ലാം സംബന്ധിച്ചാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗവും ചേരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അതിൽ വ്യക്തമാക്കും. കാരണം പല രീതിയിലുള്ള വീഴ്ചയും ഇതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ജയിൽ അധികൃതർ ഇക്കാര്യങ്ങളൊന്നും, ഗോവിന്ദചാമിയുടെ മാറ്റങ്ങളൊന്നും ജയിൽ അധികൃതർ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. ഇത്തരം കൊടും കുറ്റവാളിയ ഒരാൾക്ക് ഇത്രമാത്രം അശ്രദ്ധപൂർവ്വമുള്ള കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യം കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പല കാര്യങ്ങളും ഈ മുമ്പ് പറഞ്ഞ പോലെ ഗോവിന്ദചാമി ഇക്കാര്യങ്ങളൊന്നും ഇന്നലെയോ തീരുമാനിച്ചതല്ല. മാസങ്ങളായുള്ള പരിശ്രമമാണ്. ഈ ജയിൽ കമ്പി, ജയിൽ സെല്ലു മുറിക്കുന്നത് ഉൾപ്പെടെ ഈ തടി കുറയ്ക്കുന്നത് കാര്യങ്ങളെല്ലാം, അതുപോലെ താടി വളർത്തി ഗോവിന്ദചാമി അന്വേഷിക്കാൻ വേണ്ടി പോലീസ് നൽകിയ ആ ഒരു ചിത്രമേ അല്ല അദ്ദേഹത്തെ ഈ ഒരു കിണറ്റിൽ നിന്നും പൊക്കിയെടുക്കുമ്പോൾ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഗോവിന്ദചാമിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് ജയിൽ അധികൃതർ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാക്കേണ്ടത്. ഇങ്ങനെ പല ചോദ്യങ്ങൾക്കും സൂചിപ്പിച്ചതുപോലെ തന്നെ ജയിലിൽ ചില ചട്ടങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ഈ ചട്ടവും നിയമവും എല്ലാം നിലനിൽക്കുമ്പോഴാണ് ഒരു ജയിൽ പുള്ളി താടി നീട്ടി വളർത്തുന്നത്. അപ്പോൾ ഇതൊന്നും ജയിൽ അധികൃതർ വിലക്കിയില്ല എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്? അതെ, ഇതിൽ ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ് ഗോപിക. പല മാറ്റങ്ങളും, ഞാൻ പറഞ്ഞ പോലെ പല മാറ്റങ്ങളും ഗോവിന്ദചാമിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് തന്നെ മനസ്സിലാകും. കാരണം ഗോവിന്ദചാമിയുടെ മുൻപ് വന്ന ആ രീതിയിലുള്ള ചിത്രങ്ങളല്ല പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. കാരണം ഒരുപാട് വലിയ മാറ്റം തന്നെ, താടി വളർത്തിയ ഒരു മനുഷ്യൻ ശരീരമാകെ ശോഷിച്ചിരിക്കുന്നു. ഇക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് ജയിൽ അധികൃതർ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഒരു ജയിൽ പുള്ളി, അതായത് ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരു ജയിൽ പുള്ളി ഇങ്ങനെ മാറ്റം സംഭവിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ ജയിലിൽ ഉണ്ടാകുന്ന മറ്റ് അധികാരികൾ അല്ലെങ്കിൽ ജയിൽ വാർഡന്മാരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ താടി വളർത്തി നീട്ടാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ആ ഒരു അധികാരം ഈ ഒരു ജയിലുള്ള ആളുകൾക്കില്ല. പിന്നെ എന്തുകൊണ്ട് ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മാറ്റം വന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ളതാണ് ഇനി അറിയേണ്ടത്. അതേപോലെ തന്നെയാണ് ഈ ശേഖരിച്ച് വെച്ചു എന്ന് പറയുന്നത്. പല എല്ലാം ശേഖരിച്ച് വെച്ചാണ് ഗോവിന്ദചാമി ഈ ജയിലിലെ അടികൾ മുറിച്ചിട്ടുള്ളത്. ഈ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നതൊന്നും ഈ ജയിൽ അധികൃതർ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതേപോലെ രാത്രി നേരത്താണ് ഇയാൾ ഈ കമ്പികളെല്ലാം മുറിച്ചു വരുന്നത്. അങ്ങനെ ശബ്ദം കേട്ട് അവിടേക്ക് ആരും എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരേ സമയം 3 ഉദ്യോഗസ്ഥരുടെ സുരക്ഷയിൽ ഉണ്ടാവേണ്ട ഒരു സെല്ലിലാണ് ഈ ഗോവിന്ദചാമി ഉള്ളത്. എന്നാൽ അവിടേക്കൊന്നും ആരും എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. വലിയ രീതിയിലുള്ള വീഴ്ച തന്നെ ഉണ്ടായി എന്ന് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കണ്ണൂരിനെ പോലെ വൻ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു ജയിലിലാണ് ഇത്ര വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുള്ളത്. അതേപോലെ കൊടും കുറ്റവാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗോവിന്ദചാമിയുടെ കാര്യത്തിലാണ് എന്നുള്ള കാര്യം കൂടെ ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. പോലീസുകാരും അതേപോലെ ജയിൽ വാർഡന്മാരും എല്ലാം പ്രത്യേകം ശ്രദ്ധ നൽകേണ്ട ഒരു വ്യക്തിയാണ് ഈ ഗോവിന്ദചാമി എന്ന് പറയുന്നത്. അയാൾ കാണിച്ച കൊടും ക്രൂരത കേരളത്തിന് അറിയാം. അത്തരത്തിലുള്ളൊരു കുറ്റവാളികളെയാണ് ഇത്ര അശ്രദ്ധമായി നോക്കിക്കൊണ്ട് ജയിൽ ചാടാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസ് നൽകിയെന്ന് തന്നെ പറയാം. കാരണം ഒരു ശ്രദ്ധ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്.
ശരി, കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമിയെ കണ്ണൂരിനേക്കാൾ സുരക്ഷയുള്ളതിനാൽ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. വർഷയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി ഗോവിന്ദചാമിയിൽ ജയിൽ ചാടിയതിന്റെ പശ്ചാത്തലത്തിൽ ജയിലുകളിലെ സുരക്ഷ വിലയിരുത്താനുള്ള യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആതിര ചേരുന്നുണ്ട്. ആതിര, ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സംഭവിച്ചൊരു വലിയൊരു ഗുരുതര വീഴ്ചയെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഒരു സാഹചര്യത്തിലല്ലേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്? ഗോപിക, ഈ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അടിയന്തരമായ ഒരു ജയിലിലെ ഒരു ഉന്നതതല യോഗം ചേരാനുള്ളൊരു തീരുമാനം ഇന്നലെ തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം അത്രയേറെ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഒരു ജയിൽ ചാട്ടത്തോടുകൂടി മനസ്സിലാക്കാൻ. കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. ആ ജയിലിൽ നിന്നാണ് ആ സുരക്ഷകളൊക്കെ മറികടന്നുകൊണ്ട് ഇയാൾ ജയിൽ ചാടുന്നത്. ഇന്നലെ അതും ജയിൽ ചാടിക്കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ജയിൽ ചാടിയ വിവരം ജയിൽ അധികൃതർ തന്നെ അറിയുന്നത്. അതിനുശേഷം എത്രയോ കഴിഞ്ഞാണ് ഇത് പോലീസിലേക്ക് അറിയുന്നത്. അത്രയും വലിയൊരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും ഒരു സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സെൻട്രൽ ജയിലിൽ നിന്നും ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇന്ന് 11 മണിയോടുകൂടിയാണ് യോഗം ചേരുക. സംസ്ഥാന പോലീസ് മേധാവി, ജയിൽ മേധാവി, ആഭ്യന്തര സെക്രട്ടറി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഈ യോഗത്തിൽ പ്രധാനമായും പങ്കെടുക്കുക. നിലവിൽ സംസ്ഥാനത്തെ ജയിലുകളിലെ സാഹചര്യം വിലയിരുത്തുകയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. അതുകൂടാതെ തന്നെ ഇനി ഈ സെൻട്രൽ ജയിലുകളിൽ വേണ്ട സുരക്ഷാ നടപടികൾ എന്തൊക്കെയാണ് എന്നും യോഗം ചർച്ച ചെയ്യും. അതുകൂടാതെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഈ ഗോവിന്ദചാമി ജയിൽ ചാടാനുണ്ടായ സാഹചര്യം മുതലായവ എല്ലാം തന്നെ ഈ യോഗത്തിൽ ചർച്ചയാകും. അത്രയേറെ ഗുരുതരമായൊരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുന്നു. ഇത്രയേറെ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും എങ്ങനെ ഈ പ്രതി ജയിൽ ചാടി എന്നുള്ളത് തന്നെ വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത്രയേറെ സുരക്ഷയാണ് ഈ ജയിലുകളിൽ ഒരുക്കിയിട്ടുള്ളത്. അത്രയേറെ വലിയ കൊടും കുറ്റവാളികളും കൊലപാതകങ്ങളെയും പാർപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. ഈ സർക്കാരിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഇത് ആയുധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ ഈ ഒരു ഇന്നത്തെ തീരുമാനത്തിൽ വലിയൊരു നടപടികൾ ഉണ്ടാകുമെന്ന് ഉള്ളത്? ഗോപിക, കഴിഞ്ഞ ദിവസം തന്നെ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗോപിക സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഇത് വലിയൊരു ആയുധമാക്കുന്നു. പ്രതിപക്ഷ നേതാവാണെങ്കിലും അതുപോലെ തന്നെ ഇന്നലെ BJPയുടെ മുതിർന്ന നേതാവ് V മുരളീധരനായാലും വലിയ രീതിയിലുള്ളൊരു വീഴ്ച ഇതിലുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം V മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഈ പ്രതികളുടെ ജയിൽ ചാട്ടവും ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജയിലിൽ തന്നെ CPM ായിട്ടുള്ള പ്രതികളുടെ പങ്ക് അന്വേഷിക്കണം, അതും ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി കൂട്ടി വായിക്കണം എന്ന തരത്തിലൊക്കെ തന്നെ ഇന്നലെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതീവ സുരക്ഷയുള്ള ഈ ജയിലിൽ നിന്നും ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദചാമി ഇത്ര വലിയ മതിൽ ചാടിക്കടക്കുന്നു. ഇത്രയും അതും ആരും കാണാതെ ഇത്ര വലിയൊരു ആസൂത്രണം നടന്നിട്ടും ഇത് ജയിൽ അധികൃതർ അറിഞ്ഞിരുന്നില്ല. തൻ്റെ ശരീരഭാരം അത്രയേറെ കുറയ്ക്കുക, ഭക്ഷണം കുറയ്ക്കുക, പട്ടിണി കിടക്കുക, ഇതൊക്കെ തന്നെ ഒരു പ്രതി ജയിൽ ചാടുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ജയിൽ അധികൃതർക്ക് പരിശീലനം നൽകുന്നതാണ്. ഒരു പ്രതി ഏത് രീതിയിലൊക്കെ പ്രവർത്തിക്കും എന്ന തരത്തിലുള്ളതിലൊക്കെ ജയിൽ അധികൃതർക്ക് പരിശീലനം നൽകുന്നതാണ്. എന്നിട്ടും ഇതൊക്കെ തന്നെ ജയിൽ അധികൃതർ കണ്ടില്ല. മാസങ്ങളായി നടന്ന ഈ ഒരു പെട്ടെന്നൊരു സംഭവമല്ല ഇത്. കാരണം അത്രത്തോളം ആസൂത്രണമുണ്ട് ഈ ഒരു ജയിൽ ചാട്ടത്തിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ ഇത്രയേറെ ആസൂത്രണം ഉണ്ടായിട്ടും ഇതൊന്നും തന്നെ ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത്രയേറെ കൊടും കുറ്റവാളികൾ പാർപ്പിച്ചിരിക്കുന്ന ജയിലായതുകൊണ്ട് തന്നെ അത്രയേറെ ശ്രദ്ധ ഇതിന് ആവശ്യമാണ്. ഇതിലെല്ലാം തന്നെ സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും അനാസ്ഥയാണ് എന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളും വലിയ ആരോപണങ്ങളാണ് ഈ ജയിൽ ചാട്ടത്തിൽ ഉന്നയിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഉപയോഗിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ. ശരി ആതിര, ഗോവിന്ദചാമിയുടെ ജയിൽ ചാടിയതിന്റെ ഒരു സാഹചര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു. 2000-ൽ നിന്ന് 3500 രൂപയാണ് വർധനവ്. 1500 രൂപയാണ് വർദ്ധിച്ചത്. വിരമിക്കൽ ആനുകൂല്യവും കൂട്ടി.
20,000-ൽ നിന്ന് 50,000-ആയി കൂട്ടിയിട്ടുണ്ട്. NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പാർലമെന്റിൽ അറിയിച്ചതാണ് ഇക്കാര്യം. മാർച്ചിൽ ചേർന്ന NHM യോഗത്തിലാണ് തീരുമാനമെടുത്തത്. സംസ്ഥാനത്ത് മഴയ്ക്ക് ഒരു ശമനമില്ല. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി അശ്വതിയുണ്ട്. അശ്വതി, ഇന്ന് പല ജില്ലകളിലും അലേർട്ടുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിയിട്ടുണ്ടല്ലോ. ഗോപിക, മഴ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നതാണ് ഇന്ന് ഉള്ള പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ വെള്ളി ശനി ദിവസങ്ങളിൽ മഴ അതിശക്തമാകുമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതായത് ഇന്നും ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും ഇത് ശക്തമായി തുടരാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നു. ഇന്ന് 7 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് കോട്ടയം, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, അവധിക്കാല കലാ കായിക പരിശീലന സ്ഥാപനങ്ങൾ, മതപഠന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. എറണാകുളം ജില്ലയിലും സമാനമായ രീതിയിൽ തന്നെയാണ്. പത്തനംതിട്ട ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിലാണ് കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നത്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായി ഇപ്പൊ എറണാകുളത്ത്, കൊച്ചിയിൽ രാവിലെ തന്നെ അതിശക്തമായ മഴ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഉള്ളതുപോലെ തന്നെ അതിശക്തമായ മഴയാണ് എറണാകുളത്ത്, കൊച്ചിയിൽ പ്രത്യേകിച്ച് ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും ഒപ്പം തീരമേഖലകളിലും ഒക്കെ വലിയ ജാഗ്രത നിർദ്ദേശവും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ മഴ ഇന്നും ഉണ്ടാകും, വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശരി, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് റെഡ് അലേർട്ട് ലെവലിൽ എത്തിയ ഇടുക്കി പൊന്മുടി അണക്കെട്ട് തുറന്നു. രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. ഒരു സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിച്ചു. അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലെത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഒരു സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ബാക്കി 2 ഷട്ടറുകൾ കൂടി 20 സെന്റിമീറ്റർ വീതം ഉയർത്തും. പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. നിലവിൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. മഴ ശക്തമായി നിലനിൽക്കുന്നതിനാലും വൃഷ്ടിപ്രദേശങ്ങളിലുള്ള നീരൊഴുക്ക് കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഡാമിൻ്റെ ഒരു ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തി 15 ക്യുമെക്സ് വെള്ളം നമ്മൾ തുറന്നു വിട്ടിരിക്കുന്നത്. 3 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ ഉയർത്തി 150 ക്യുമെക്സ് വരെ വെള്ളം തുറന്നു വിടാനുള്ള അനുമതി കളക്ടറിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. പന്നിയാർ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ 707.75 അടിയാണ് പരമാവധി സംഭരണശേഷി. ഇപ്പോൾ 706.40 അടി വെള്ളമാണ് ഡാമിലുള്ളത്. 3 മാസത്തിനുള്ളിൽ ഇത് 3ാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത്. മെയ് 29-നും ജൂൺ 16-നും അണക്കെട്ട് തുറന്നിരുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. രാജ്യം ഇന്ന് വിജയ് ദിവസ് സ്മരണയിൽ. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26ാം വാർഷിക ദിനാചരണം ഇന്ന് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ മുഖ്യ അതിഥിയാകും. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രിയും കരസേനാ മേധാവിയും ചടങ്ങിൽ പങ്കെടുക്കും. കരസേനാ മേധാവി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ഇന്ന് ആദരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നിർണായക നേട്ടങ്ങൾ സമ്മാനിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ പ്രദർശനവും ഇന്ന് നടക്കും. ദ്രാസിലെ ലെമോച്ചൻ പോയിന്റിലാണ് പരിപാടികൾ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ വിജയ് ദിവസ് വാർഷികം പ്രൗഢഗംഭീരമായി തന്നെ ആചരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര സർക്കാർ.
ശത്രു ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞു കയറി തമ്പടിച്ച് വെല്ലുവിളിച്ചപ്പോൾ ദുഷ്കരമായ സാഹചര്യത്തിൽ ഇന്ത്യ നൽകിയ മറുപടി ജൂലൈ 26-ന് കാർഗിൽ വിജയദിനമായി ആചരിക്കുന്നു. ഹിമാലയൻ മലനിരകളാൽ ചുറ്റപ്പെട്ട തന്ത്രപ്രധാന മേഖലയാണ് കാർഗിൽ. ശൈത്യകാലം പിടിമുറുക്കുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും സൈന്യം അവിടെ പെട്രോളിംഗ് അവസാനിപ്പിക്കും. ഇത് മുതലെടുത്തായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. 1999-ൽ പാകിസ്ഥാന്റെ കൊടും ചതിക്ക് ഇന്ത്യ നൽകിയ മറുപടി ഇന്ത്യ ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഏടാണ്. തണുത്തുറഞ്ഞ കാർഗിലിലെ ഉയരമേറിയ കുന്നുകളിൽ ഒളിച്ചിരുന്ന പാക് സൈന്യം ഇന്ത്യൻ ഭൂമിയിൽ കടന്നുകയറുകയായിരുന്നു. പ്രദേശത്തെ ആട്ടിടയന്മാരാണ് പാക് പട്ടാളത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. വേഷം മാറിയെത്തിയ പാക് പട്ടാളം മലനിരകളിൽ തുഴഞ്ഞുകയറുകയായിരുന്നു. സ്ഥലത്ത് പെട്രോളിങ്ങിനിറങ്ങിയ ക്യാപ്റ്റൻ സൗരവ് കാലിയയുടെ നേതൃത്വത്തിലുള്ള സംഘം പിന്നീട് മടങ്ങിയെത്തിയില്ല. അപകടം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ സൈന്യം ആ നിർണായക ദൗത്യത്തിന് തുടക്കം കുറിച്ചു. ഓപ്പറേഷൻ വിജയ് എന്ന ഇന്ത്യൻ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർത്ത ദൗത്യത്തിന് ഇടക്കാലത്ത് രൂപം കൊണ്ട സൗഹൃദത്തിന്റെ മറവിൽ പാകിസ്ഥാൻ നടത്തിയ കൊടും ചതി കൊണ്ടുചെന്നെത്തിച്ചത് രക്തരൂഷിത യുദ്ധത്തിലേക്കാണ്. മലമുകളിൽ നുഴഞ്ഞുകയറിയ ശത്രുവിനെ താഴെ നിന്ന് നേരിടുക എന്ന ദുഷ്കരമായ ദൗത്യം. കരസേന പാക് ബങ്കറുകൾ തകർത്തെറിഞ്ഞപ്പോൾ വ്യോമസേനയും ശത്രുവിന് കനത്ത പ്രഹരമേൽപ്പിച്ചു. ഇന്ത്യയുടെ പോർവിമാനങ്ങൾ മലനിരകളിലെ പാക് കേന്ദ്രങ്ങളിൽ മിന്നലാക്രമണം നടത്തി. ഹിമാലയത്തോളം ഉറപ്പുള്ള ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് സൈന്യം പിന്തിരിഞ്ഞോടി. 2 മാസവും 3 ആഴ്ചയും നീണ്ട യുദ്ധത്തിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചത് 527 സൈനികരാണ്. 140 കോടി ഭാരതീയരുടെ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുന്ന പോരാട്ട വീര്യമാണ് കാർഗിൽ. 1999 മെയ് 3-ന് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റം ആട്ടിടയന്മാർ അറിയിക്കുന്നു. മെയ് 10-ന് ദ്രാസ്, കസ്കർ, മുഷ്കോ മേഖലകളിലും നുഴഞ്ഞുകയറ്റം കണ്ടെത്തി. ജൂൺ 9-ന് കരസേന ബാലിസ്റ്റിക് സെക്ടറിലെ 2 സുപ്രധാന സ്ഥാനങ്ങൾ തിരിച്ചുപിടിച്ചു. ജൂൺ 13-ന് നുഴഞ്ഞുകയറിയ ശത്രുവിനെ തുരത്തി ദ്രാസിലെ ടോട്ടോലിംഗ് ഇന്ത്യ തിരിച്ചുപിടിച്ചു. ജൂൺ 29-ന് കരസേന 2 സുപ്രധാന പോസ്റ്റുകൾ കൈവശപ്പെടുത്തി. ടൈഗർ ഹില്ലിനടുത്തുള്ള .5060-യും .5100-യും ജൂലൈ 4-ന് 11 മണിക്കൂർ പോരാട്ടത്തിന് ശേഷം ഇന്ത്യൻ കരസേന ടൈഗർ ഹിൽ തിരിച്ചുപിടിക്കുന്നു. ജൂലൈ 7-ന് ബദാലിക്കയിലെ ജുബാർ കുന്നുകൾ ഇന്ത്യ തിരിച്ചുപിടിച്ചു. ജൂലൈ 11-ന് ഇന്ത്യയുടെ സൈനിക കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ പിന്മാറി തുടങ്ങി. ഇന്ത്യ ബദാലിക്കയിലെ പ്രധാന കുന്നുകളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു. ജൂലൈ 14-ന് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഓപ്പറേഷൻ വിജയ് വിജയകരമെന്ന് പ്രഖ്യാപിച്ചു. ജൂലൈ 26-ന് കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. ഇന്ത്യൻ കരസേന പാകിസ്ഥാൻ സൈനികരെ തുരത്തി സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചു. ആവേശമായി ജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മയാണ് കാർഗിൽ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മറ്റു വാർത്തകൾ നോക്കാം. കേരള സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല വിസിമാരെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ഗവർണർ അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം കേരള സർവകലാശാലയിൽ വിസിക്കെതിരെ വീണ്ടും പ്രതിഷേധിക്കാൻ SFI ഒരുങ്ങുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഈ സർവകലാശാലകളിലെ ഭിന്നത പരിഹരിക്കാനുള്ള സർക്കാരിന്റെ സമവായ നീക്കം പാളിയിരിക്കുകയാണല്ലോ. എന്തായാലും മുഖ്യമന്ത്രി ഗവർണറുമായി ചർച്ച നടത്തിയിട്ടും ഗവർണർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് വലിയ തിരിച്ചടിയായി അല്ലേ? ഗോപിക, മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറെ കണ്ടിട്ടും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഗവർണറെ നേരിട്ട് കണ്ട് ഒരു സമവായ നീക്കത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ആ ശ്രമങ്ങളൊക്കെ തന്നെ പാളി എന്നുള്ളതാണ് ഗവർണറുടെ ഇപ്പോഴത്തെ ഒരു നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ വിസിമാരെ പുറത്താക്കിയ നടപടി, ഹൈക്കോടതി നടപടിക്കെതിരെ ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഗവർണർ അപ്പീൽ നൽകിയിരിക്കുന്നു. ഈ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനത്തിൽ 6 മാസത്തിലധികം ഈ വിസിമാരെ, ഇത്തരത്തിൽ താൽക്കാലിക VCയായി നിയമിക്കുന്ന വിസിമാരെ അവിടെ നിയമിക്കരുത് എന്നാണ് ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും വിധി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വിസിമാരെ ഈ സർവകലാശാലകളിലെല്ലാം സ്ഥിരം VCയെ നിയമിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും അവരുടെ ഭാവിയെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ പ്രകാരം തന്നെ ഈ സർവകലാശാലകളിലെല്ലാം സർക്കാർ ഒരു പട്ടിക നൽകിയിരുന്നു. നേരത്തെ സർക്കാർ ഈ താൽക്കാലിക VCയെ ഗവർണർ നിയമിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാർ ഒരു പട്ടിക നൽകിയിരുന്നു. ആ പട്ടിക തന്നെ പുതുക്കിയാണ് ഈ സർക്കാർ ഒരു പട്ടിക വീണ്ടും ഗവർണർക്ക് മുൻപിൽ സമർപ്പിച്ചത്. ഈ വിസിമാരെ ഈ പട്ടികയിൽ നിന്നും തെരഞ്ഞെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു നിലപാടിൽ നിന്നും ഗവർണർ പിന്നോട്ട് പോയിരിക്കുന്നു. ആ നിലപാടിൽ ഗവർണർ നിൽക്കുന്ന
കടുക്കുന്നില്ല. അതായത് സർക്കാരിൻ്റെ സമവായ നീക്കങ്ങളൊക്കെ തന്നെ പാളിപ്പോയി. സർക്കാരിനും ഗവർണർക്കും ഇപ്പോഴും ആ ഒരു പോര് തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു വിധിക്കെതിരെ അല്ലെങ്കിൽ സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നും ഒരു VC നിയമിക്കാൻ ഗവർണർ തയ്യാറല്ല. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതി വിധിക്കെതിരെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള സർവകലാശാലയിലെ ഗവർണർ അതുപോലെ തന്നെ SFI പോരാണ്. ഈ പോരിപ്പോഴും തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം തങ്ങളുടെ നിലപാടിൽ നിന്നും മാറ്റമില്ലാതെ തന്നെയാണ് VCയും SFIയും ഉള്ളത്. ഈ ഗവർണർ പ്രധാനമായും ഇന്ന് 11 മണിയോടുകൂടി കേരള സർവകലാശാലയിൽ ഗവർണർക്ക് VCക്കെതിരെ SFIയുടെ ഒരു മാർച്ചുണ്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് RSS മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് നയിക്കുന്ന കൊച്ചിയിലെ ഒരു ജ്ഞാനസഭയിൽ കേരള VC അടക്കം 4 VCമാർ പങ്കെടുക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് ഈ SFI കേരള സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ മാർച്ച് ഇന്ന് സംഘർഷഭരിതമാകാനുള്ളൊരു സാഹചര്യവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയിൽ പോര് അടങ്ങുന്നില്ല. ഈ പോര് ഇനിയും കടുക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സുപ്രീം കോടതിയിലേക്ക് ഗവർണർ പോകുന്നൊരു സാഹചര്യം VCക്കെതിരെ കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിനെതിരെ SFIയുടെ ഒരു പ്രതിഷേധ സംഗമം ഇതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ ശരി, തിരുവനന്തപുരത്ത് നിന്നും ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. മാലിദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയാകും. മാലിയിലെ വെലാന ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയ മോദിക്ക് ഇന്നലെ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു നേരിട്ടെത്തി സ്വീകരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാലിദ്വീപിന്റെ ഗാർഡ് ഓഫ് ഓണറും നൽകി. ഇരു നേതാക്കളും നടത്തിയ കൂടിക്കാഴ്ചയിൽ 8 സുപ്രധാന കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. 4850 കോടി രൂപ മാലിദ്വീപിന് വായ്പ നൽകാനും മത്സ്യബന്ധനം, ഭൗമശാസ്ത്രം, പരിസ്ഥിതി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുമുള്ളതാണ് കരാറുകൾ. മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയ ശേഷം സ്വീകരിച്ച ഇന്ത്യ വിരുദ്ധ നിലപാടിനെ തുടർന്ന് വഷളായ ഇന്ത്യ മാലിദ്വീപ് ബന്ധം മൊയ്സു ഇന്ത്യയിലെത്തി മോദിയുമായി നേരിട്ട് ചർച്ച നടത്തിയ ശേഷമാണ് മെച്ചപ്പെട്ടത്. ഇന്ത്യ മാലിദ്വീപ് സൗഹൃദം പുതിയ ഉയരങ്ങൾ കൈവരിക്കുമെന്നാണ് മോദി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മാലദ്വീപിലെ ഇന്ത്യൻ സമൂഹത്തെയും മോദി കണ്ടു. ഇന്ത്യ UK ചരിത്ര പ്രാധാന്യമുള്ള വാണിജ്യ കരാർ യാഥാർത്ഥ്യമാക്കിയ ശേഷമാണ് UK നിന്ന് മോദി മാലദ്വീപിലേക്ക് എത്തിയത്. ഇന്ന് തന്നെ രാജ്യത്ത് തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തും. രാത്രി 8 മണിക്ക് തൂത്തുക്കുടിയിലെത്തുന്ന അദ്ദേഹം തൂത്തുക്കുടി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ദക്ഷിണ തമിഴ്നാട്ടിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ആകെ 4500 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കമിടുന്നത്. രാത്രി AIDMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുമായി മോദി കൂടിക്കാഴ്ച നടത്തിയേക്കും. നാളെ അരിയല്ലൂരിലെ ഗംഗൈക്കൊണ്ട ചോളപ്പുരം ക്ഷേത്രത്തിലെ ആടി തിരുവാതിര ചടങ്ങിലും മോദി പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ജയിൽ ചാടിയ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റുന്നു. കനത്ത സുരക്ഷയിലാണ് മാറ്റുന്നത്. വിവരങ്ങളുമായി വർഷ ചേരുന്നുണ്ട്. വർഷ, കണ്ണൂരിനേക്കാൾ സുരക്ഷയുള്ളതിനാൽ തന്നെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനമായിരിക്കുന്നു. കനത്ത സുരക്ഷയിലാണ് ഗോവിന്ദചാമിയെ മാറ്റുന്നതും അല്ലേ? എന്നാൽ ഇതിനോടകം തന്നെ ഇപ്പോൾ ഗോവിന്ദചാമിയെ മാറ്റുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഒരുപാട് നടപടികൾ നടത്തേണ്ടതുണ്ടെന്നും അതുകൊണ്ട് തന്നെ രാവിലെ 10 മണിയോട് കൂടിയാവും ഈ ഒരു നടപടിയിലേക്ക് കടക്കുക എന്നുമായിരുന്നു മുമ്പ് വന്ന വിവരം. എന്നാൽ നിലവിൽ ഇപ്പോൾ രാവിലെ തന്നെ ഗോവിന്ദചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും നിഷ്പ്രയാസം ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ കൂടുതൽ കനത്ത സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിയൂർ ജയിലിലേക്ക് മാറ്റുന്നത്. അദ്ദേഹത്തെ മാറ്റുന്നതും വലിയ സുരക്ഷയോട് കൂടി തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ, അതായത് കൂടുതൽ വിവരങ്ങളൊന്നും ആരെ അറിയിക്കാതെ തന്നെയായിരുന്നു ജയിൽ അധികാരികളുടെ ഈ ജയിൽ മാറ്റം. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയോട് കൂടി അതീവ സുരക്ഷാ വാഹനത്തിലാണ് ഗോവിന്ദചാമിയെ വിയൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇനി ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും എന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഇത്ര വലിയൊരു അശ്രദ്ധയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജയിൽ വാർഡന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കനത്ത സുരക്ഷയിൽ ഇനിയും ഒരു പക്ഷേ ജയിൽ ചടൻ അതേപോലെ വാഹനങ്ങളിൽ നിന്നും പുറത്തിടാനുള്ള സാധ്യത എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയൊരു കനത്ത സുരക്ഷയിൽ തന്നെ ഒരുപാട് പോലീസുകാരുടെ നേതൃത്വത്തിൽ ഈ ഒരു ഗോവിന്ദചാമിയെ ജയിൽ മാറ്റിയിരിക്കുന്നത്. ശരി, കണ്ണൂരിനേക്കാൾ സുരക്ഷയുള്ളതിനാൽ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റി എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. വർഷയാണ് വിവരങ്ങൾ നൽകിയത്.
ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ച് പിരപ്പിൻകോട് മുരളി. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പദവിയുടെ മാന്യത പുലർത്തണമെന്ന് പിരപ്പിൻകോട് മുരളി അമൃത വാർത്തകളോട് പ്രതികരിച്ചു. പാർട്ടിയെ ഉപയോഗിച്ച് നയാ പൈസ ഉണ്ടാക്കിയിട്ടില്ലെന്നും തന്റെ ബാങ്ക് ബാലൻസ് MV ഗോവിന്ദന് പരിശോധിക്കാമെന്നും വെല്ലുവിളിച്ചു. പണത്തിനു വേണ്ടി പുസ്തകം എഴുതുന്നവർ പ്രചാരണത്തിനു വേണ്ടി അസംബന്ധവും തോന്നിവാസവും പറയുന്നു എന്നായിരുന്നു പിരപ്പിൻകോട് മുരളിക്കെതിരെ MV ഗോവിന്ദന്റെ വിമർശനം. VSന്റെ വിയോഗ സമയത്ത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന പഴയകാല CPM നേതാവായ പിരപ്പൻകോട് മുരളി നടത്തിയ വെളിപ്പെടുത്തലാണ് വിവാദമായത്. 2012 സംസ്ഥാന സമ്മേളനത്തിൽ എഴുത്തുകാരനായ യുവ നേതാവ് VSനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് പറഞ്ഞിരുന്നതായി പിരപ്പൻകോട് മുരളി വെളിപ്പെടുത്തിയിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിരൂക്ഷ വിമർശനം നടത്തിയത്. ഇമാതിരി അസംബന്ധം പറയുന്ന കുറവുണ്ട്. പാർട്ടി മെമ്പർഷിപ്പൊന്നും പോയി പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് പ്രചാരവേല കിട്ടാൻ വേണ്ടി ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തികച്ചും തെറ്റായ പ്രചാരവേല. ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പദവിയുടെ മാന്യത പുലർത്തണമെന്നും തന്റെ പൊതുജീവിതത്തിൽ പാർട്ടി ഉപയോഗിച്ച് നയാ പൈസ ഉണ്ടാക്കിയിട്ടില്ലെന്നും ബാങ്ക് ബാലൻസ് പരിശോധിക്കാമെന്നും പിരപ്പൻകോട് മുരളി ആഞ്ഞടിച്ചു. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ അമൃത വാർത്തകളോടായിരുന്നു പിരപ്പൻകോടിന്റെ ആദ്യ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ എഴുതുന്നത് അത് ധനസമ്പാദനത്തിനുള്ള മാർഗമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ബാങ്ക് ബാലൻസും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാൻ അങ്ങേക്ക് തരാം. ഒരു നയാ പൈസയെങ്കിലും 10 വർഷം MLAയും 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതൊഴിച്ച് 1 സെൻറ്റ് ഭൂമിയെങ്കിലും എനിക്ക് അധികം ഉണ്ടെങ്കിൽ 10 പൈസയെങ്കിലും എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ തീർച്ചയായും ഞാൻ അത് മുഴുവൻ പാർട്ടിക്ക് ബഹുജനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. സമ്മേളന സമയത്ത് യുവ നേതാവ് ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കാര്യം പറഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തൊട്ടടുത്ത ദിവസം VS മറുപടി പ്രസംഗത്തിൽ അക്കാര്യം എടുത്തു പറഞ്ഞതെന്നും പിരപ്പൻകോട് മുരളി ചൂണ്ടിക്കാട്ടുന്നു. ഗോവിന്ദമാഷ ഞാൻ പറഞ്ഞ അസംബന്ധമാണ്, ശുദ്ധ തോന്നിവാസമാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് മാത്രം പറയുകയാണ്. അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ സമാപന സമ്മേളനത്തിൽ ഈ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ സഖാവ് VSൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, മറുപടി പ്രസംഗം. ആ പ്രസംഗത്തിൽ കൃത്യമായി പേര് പറഞ്ഞിട്ടില്ല. ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഏത് ചാനലുകാരോട് ചോദിച്ചാലും അവർ അത് റീപ്ലൈ ചെയ്തു തരും. 80 വയസ്സ് പ്രായപരിധിയുടെ പേര് പറഞ്ഞ് 76 വയസ്സ് മാത്രമുള്ള തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ 90 വയസ്സ് പിന്നിട്ടവരും കമ്മിറ്റിയിൽ തുടർന്നിരുന്നു. ഇത് എന്ത് അസംബന്ധവും തോന്നിയവാസവുമാണെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണമെന്നും പിരപ്പൻകോട് മുരളി ചോദിക്കുകയാണ്. ആൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശവുമായി അൺഫിൽറ്റ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അൺഫിൽറ്റ്, ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് കെട്ടുകഥയല്ല എന്നാണ് പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തലിൽ CPM വലിയ പ്രതിരോധത്തിലേക്ക് തന്നെ വീഴുകയാണ്. നമുക്കറിയാം, ആ വാർത്ത അന്ന് സ്വരാജ് നിഷേധിച്ചുവെങ്കിലും VS നൽകിയ പരോക്ഷ മറുപടി നമ്മൾ മറന്നിട്ടില്ല. പലതിനും ഉത്തരവുമായി പിരപ്പൻകോട് മുരളി വീണ്ടും രംഗത്ത് വരുമ്പോൾ VSും പാർട്ടി നേതൃത്വവുമായി ഉണ്ടായിരുന്ന വിഭാഗീയത വീണ്ടും ഒരു ചർച്ചാ വിഷയമായി മാറുകയല്ലേ? ഉറപ്പായും ഗോപി, അത് തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം പഴയ ആദ്യകാല സഖാക്കൾ അല്ലെങ്കിൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ തന്നെയും എന്ത് പേരിലാണ് തങ്ങളെ പാർട്ടിയിൽ നിന്ന് അന്ന് ഒഴിവാക്കപ്പെട്ടത് എന്നത് പിന്നെയും ചർച്ചയാക്കുകയാണ്. അതായത് VSന്റെ അവിയോഗ സമയത്ത് മാധ്യമങ്ങളിലൂടെ ചർച്ചയാവുകയായിരുന്നു VSന്റെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന പിരപ്പൻകോട് മുരളി. അദ്ദേഹം അത് കൃത്യമായ പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വിവാദത്തെക്കുറിച്ച്, അന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് VSനെ നടപ്പാക്കണമെന്ന് യുവ നേതാവ് പറയുന്നു. പക്ഷെ അതൊരിക്കലും സ്വരാജിന്റെ പേര് അദ്ദേഹം എടുത്തു പറഞ്ഞില്ല. പക്ഷെ പിന്നീട് അത് എല്ലാവർക്കും അറിയാമായിരുന്നു M സ്വരാജിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇത് MV ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ തന്നെ ഈ MV ഗോവിന്ദന്റെ വാക്കുകളിലൂടെ തന്നെ അത് ആരെയാണ് എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നു. അതുതന്നെയാണ് പിരപ്പൻകോട് മുരളി പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ VS കൃത്യമായി തൊട്ടടുത്ത ദിവസം മറുപടി പറയുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതും മാത്രവുമല്ല, അന്ന് ആ സമ്മേളന സമയത്തുണ്ടായിരുന്ന മിനിറ്റ്സുകൾ വേണമെങ്കിൽ പരിശോധിച്ചാൽ അതിൽ പോലും കൃത്യമായി ഉണ്ടാകും എന്നതാണ്.
അതായത് താൻ ഒരിക്കലും ഒരു കെട്ടുകഥ പറയുന്നതല്ല, അത് കൃത്യമായിരുന്നു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. മാത്രമല്ല അതിന്റെ പേരിൽ VS-നോടൊപ്പം ഉണ്ടായിരുന്നതിന്റെ പേരിൽ താൻ അടക്കമുള്ള ഒരുപിടി നേതാക്കളെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധിയൊക്കെ ചൂണ്ടിക്കാട്ടി വെറുതെ ഒരു കാരണമുണ്ടാക്കി പുറത്താക്കി എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അന്നുണ്ടായ വിഭാഗീയത അല്ലെങ്കിൽ വെട്ടിനിരത്തിലൊക്കെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചർച്ചയാവുകയാണ്. മാത്രമല്ല ഈ പിരപ്പൻകോട് മുരളി ഈ പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടി ഈ പുസ്തകം രചിക്കുമ്പോൾ ഇതിനുവേണ്ടി ഇത്തരത്തിലുള്ള കള്ളപ്രചാരങ്ങൾ നടത്തുമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അത് കൃത്യമായ മറുപടി കൂടി ഈ മുതിർന്ന നേതാവായ ഈ പിരപ്പൻകോട് മുരളി പറയുകയാണ്. തങ്ങൾ ഏതെങ്കിലും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഈ രീതിയിൽ ചെയ്തതെങ്കിൽ ഉറപ്പായും സംസ്ഥാന സെക്രട്ടറിക്ക് തന്റെ ബാങ്ക് ബാലൻസ് പരിശോധിക്കാമെന്ന് അടക്കം അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും ഈ MV ഗോവിന്ദൻ CPM എല്ലാ അർത്ഥത്തിലും ഇത് പ്രതിരോധിക്കുകയാണ്. കാരണം ഏത് രീതിയിലാണോ CPM ഈ ഒരു വിവാദത്തെ തടയാനായി ശ്രമിച്ചത്, പക്ഷേ തെളിവുകൾ നിരത്തി കൃത്യമായ മറുപടിയുമായി പിരപ്പൻകോട് മുരളി പോലെ നേതാക്കൾ രംഗത്ത് വരുമ്പോൾ CPM ഉറപ്പായും ഒരിക്കൽ കൂടി പ്രതിരോധത്തിലാവുകയാണ്. മാത്രമല്ല ആ വിഷയങ്ങൾ വീണ്ടും ചർച്ചയാവുക കൂടി പൊതുസമൂഹത്തിൽ തന്നെ ഏറ്റെടുത്ത് ചർച്ചയാവുകയും ചെയ്യുകയാണ് ഗോപിക. ശരി, പിരപ്പൻകോട് മുരളിയുടെ പ്രതികരണത്തിൽ CPM വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്. അൺഫിൽറ്റാണ് വിവരങ്ങൾ നൽകിയത്. രാമ 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 പാഹി മാം. വളർന്നു വരുന്ന പുതുതലമുറയെ നന്മ നിറഞ്ഞവരായി വളർത്തിയെടുക്കണമെങ്കിൽ അവരെ രാമായണത്തിന്റെ അമൂല്യമായ മൂല്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്ന് മാതാ അമൃതാനന്ദമയി മഠം ചങ്ങനാശ്ശേരി മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃതപ്രാണ പറഞ്ഞു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഇത് കർക്കിടക മാസമാണ്. ഓരോ ഗ്രാമങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും കൊച്ചു കുടിലുകളിൽ നിന്ന് പോലും രാമായണ ശീലുകൾ ഉയരുന്ന മാസം. ഭക്തമനസ്സുകളിൽ ഓരോ ഭക്തമനസ്സുകളും രാമനോടൊപ്പം സീതയോടൊപ്പം സഞ്ചരിച്ച് ധർമ്മശക്തി ആർജിക്കുന്ന പുണ്യകാലം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധർമാധർമ്മ സംഘട്ടനങ്ങൾ നിറഞ്ഞ മനുഷ്യജീവിതത്തിൽ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഭക്തിയുടെയും നീതിബോധത്തിൻ്റെയും മാർഗദർശനത്തിനായി ആശ്രയിച്ച, വിശ്വസ്തയോടുകൂടി ആശ്രയിച്ച കാവ്യമാണല്ലോ രാമായണം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും മാത്രം വായിച്ചറിയേണ്ട ഒരു കഥയായി മാറിയിരിക്കുകയാണ് രാമായണം. ഭാരത സംസ്കാരം അടിസ്ഥാനമാക്കിയുള്ള ജീവിതശൈലിയാണ് രാമായണം എന്നറിഞ്ഞുകൊണ്ട് വളർന്നു വരുന്ന തലമുറ അവരെ സമൂഹത്തിനും കുടുംബത്തിനും അതുപോലെ രാഷ്ട്രത്തിനും ഉപകാരപ്രദമായ രീതിയിൽ നന്മ നിറഞ്ഞവരായി വളർത്തിയെടുക്കണമെങ്കിൽ, അവരെ ഒരുക്കിയെടുക്കണമെങ്കിൽ അവരെ ഈ രാമായണത്തിൻ്റെ അമൂല്യമായ തത്വങ്ങളിലേക്ക്, മൂല്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. പുതുതലമുറ രാമായണത്തിൻ്റെ തത്വങ്ങളിൽ നിന്ന് അകലുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അടിത്തറ ദുർബലമാകുന്നു. ഈ ദുർബലത നിറഞ്ഞ സമൂഹത്തിൽ ഇന്ന് ആ സമൂഹത്തെ നമ്മൾ ഇന്ന് കാണുകയാണ്. പലതരത്തിലുള്ള ദുരന്തങ്ങളും നമ്മൾ അനുഭവിക്കുകയാണ്. പ്രധാനമായും നമ്മൾ കാണുന്നത് മാതാപിതാക്കളെ ഓടുള്ള ബഹുമാനമില്ലായ്മ, അതുപോലെ മുതിർന്നവരെ, അധ്യാപകരെ, ഗുരുജനങ്ങളെ സ്വന്തം കടമയോട് പോലും
ഉള്ള ബഹുമാനം കുറഞ്ഞു വരുന്ന ഒരു പുതുതലമുറയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. അധ്യാപകരെ അവഗണിക്കുക, കലാലയ ജീവിതത്തിലെ സഹപാഠികളോടുള്ള നിസ്സംഗത, അതുപോലെ സ്ത്രീജനങ്ങളോടുള്ള അപമര്യാദ, അതുകൂടാതെ പൈതൃകത്തോടുള്ള അവഗണന, ഇതൊക്കെ തന്നെ ബഹുമാനബോധം നഷ്ടപ്പെട്ട തലമുറയുടെ ലക്ഷണങ്ങളാണ്. ഇന്ന് ഗുരുജനങ്ങളെ ആദരിക്കാനും അച്ഛനമ്മമാരെ ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ബോധം നൽകുന്ന വേദികളെ പോലും വിമർശിക്കുന്ന കുറേ മനസ്സുകളെ നമുക്കിന്ന് കാണാൻ സാധിക്കും. അപ്പം ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ഈ ദുർബലതകളെല്ലാം തന്നെ മറികടക്കണമെങ്കിൽ രാമായണത്തിൽ പരസ്പരം ബഹുമാനിക്കുന്ന, ബഹുമാനം പഠിപ്പിക്കുന്ന, ആദരവ് പഠിപ്പിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. 14 വർഷം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, കഷ്ടതകൾ സഹിച്ച് വനവാസം ശ്രീരാമചന്ദ്രൻ പൂർത്തീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അച്ഛനോടുള്ള ആ ബഹുമാനം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഭരതൻ തനിക്ക് യാതൊരു തരത്തിലും അധികാരമില്ലാത്ത, അവകാശമില്ലാത്ത ആ ഒരു വലിയൊരു അധികാരം തന്നിലേക്ക് വന്നപ്പോൾ അതിനെ അതേപടി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം തൻ്റെ ജ്യേഷ്ഠനോടുള്ള ബഹുമാനം. ശ്രീരാമചന്ദ്രൻ്റെ പാദുകങ്ങൾ അയോധ്യയിലെ സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനോടുള്ള ആ ബഹുമാനം, ആ പൂജിച്ച് ആ അയോധ്യയുടെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ശ്രീരാമചന്ദ്രനോടുള്ള ബഹുമാനം ഭരതൻ അവിടെ പ്രകടിപ്പിക്കുകയായിരുന്നു. ലക്ഷ്മണനാണെങ്കിൽ നിഷ്ഠയോടുകൂടിയുള്ള സേവനത്താലും അതോടൊപ്പം തന്നെ ആഴത്തിലുള്ള അർപ്പണത്താലുമാണ് തൻ്റെ ജ്യേഷ്ഠനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. ശത്രുഘ്നനാണെങ്കിൽ നിശബ്ദമായ ശാന്തനായി നിന്നുകൊണ്ട് ജനരക്ഷ ചെയ്താണ് തൻ്റെ ജ്യേഷ്ഠനോടുള്ള ആ മര്യാദ അല്ലെങ്കിൽ ആ സ്നേഹം അല്ലെങ്കിൽ ബഹുമാനം പ്രകടിപ്പിച്ചത്. ഇങ്ങനെ ഇവർ തമ്മിൽ പരസ്പരമുള്ള ആ ബഹുമാനം അത് അവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവർ ജീവിക്കുന്ന സംസ്കാരത്തോട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രത്തോട് എല്ലാമുള്ള ബഹുമാനം അവരുടെ ജീവിതത്തിൽ സദാ ജ്വലിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമുക്കറിയാം, കൗസല്യാപുത്രനാണ് ശ്രീരാമചന്ദ്രൻ. അമ്മ പറയുന്ന എല്ലാ വാക്കുകളും അതേപോലെ അനുസരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൈകേയിയോടും സുമിത്രയോടും ബഹുമാനപൂർവ്വം സമീപിച്ചിരുന്നു ശ്രീരാമചന്ദ്രൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളർന്നു വരുന്ന തലമുറ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ രക്ഷിതാക്കൾ പറയുന്ന വാക്കുകൾ അതേപോലെ സ്വീകരിക്കാനും അവരുടെ ഉപദേശങ്ങളിൽ ഉള്ള പ്രായോഗികത തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വാക്കുകളെ അംഗീകരിക്കാനും വളരണമെങ്കിൽ അതനുസരിച്ച് വളരണമെങ്കിൽ തീർച്ചയായിട്ടും രാമായണ തത്വങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ രാമായണം പഠിപ്പിക്കുന്നത് ഗുരുനാഥന്മാരെ എങ്ങനെ ആദരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, വശിഷ്ഠനും വിശ്വാമിത്രനും കൊടുക്കുന്ന ഉപദേശങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചത്. ചക്രവർത്തിയുടെ പുത്രനായിട്ട് പോലും വശിഷ്ഠൻ്റെ വാക്കുകളെ ഒന്നും തന്നെ തിരഞ്ഞെടുത്ത് തർക്കിക്കാനോ വിമർശിക്കാനോ ശ്രീരാമചന്ദ്രൻ തയ്യാറായില്ല. അതുപോലെ തന്നെ നമുക്ക് കാണാം, യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനെ കൊണ്ടുപോയപ്പോൾ ഉത്തമനായ ഒരു ശിഷ്യനായി നിന്നുകൊണ്ട് വിനയത്തോടുകൂടി തൻ്റെ ഗുരുവിനെ അനുസരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ചെയ്തത്. ഇങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ രാമായണത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അമ്മ പറയാറുണ്ട്, ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ് മക്കളെ. അതെ, അമ്മ ഓർമ്മപ്പെടുത്തുന്ന ഈ ഹൃദയത്തിൻ്റെ ഭാഷ അത് ഉൾക്കൊണ്ട് ജീവിതമാക്കണമെങ്കിൽ രാമായണം എന്ന ആ കാവ്യം നമുക്ക് തരുന്ന ജീവിക്കേണ്ട ഒരു ജീവിത ശൈലിയുണ്ട്. അതിലേക്ക് നാം ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്. എനിക്കെന്ത് നേടാം, എന്തൊക്കെ നേടാം, എന്തൊക്കെ സംഭരിക്കാം എന്നത് മാത്രം ചിന്തിക്കുന്ന ഒരു യുവതലമുറ വളർന്നു വരാതെ എവിടെയാണ് നീതി, എവിടെയാണ് സത്യം, എവിടെയാണ് ധർമ്മം എന്ന് മനസ്സിലാക്കി
അതിലേക്ക് ഉണരുന്ന ഒരു ഉയർന്ന ചിന്താധാരയിലേക്ക് യുവതലമുറ വളരേണ്ടത് ആവശ്യമുണ്ട്. അതിലേക്കായി രാമായണം നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു. ഓം മഹേശ്വരി. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, കഴിഞ്ഞ ഒരാഴ്ചത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്? നഷ്ടത്തിലായിരുന്നു കഴിഞ്ഞയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. 0.5% നഷ്ടം മുൻനിര ഓഹരി സൂചികകളുണ്ടായി. രണ്ടാം നിര ഓഹരികളിലും സമാനമായ രീതിയിലുള്ള വിൽപ്പന തുടരുകയും ചെയ്തു. ഇത് തുടർച്ചയായി 4ാമത്തെ ആഴ്ചയാണ് വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. പ്രധാന സാങ്കേതിക നിലവാരങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ടാണ് വിപണിയിൽ നഷ്ടം തുടരുന്നത്. പ്രത്യേകിച്ചും മുൻനിര സൂചികയായി നിഫ്റ്റി 24,900 എന്ന നിലവാരം ഭേദിച്ച് താഴേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി ആ ഒരു നിലവാരം മറികടന്ന വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ 24,700 അത് ഭേദിക്കുകയാണെങ്കിൽ 24,500 മുൻനിര സൂചികയായി നിഫ്റ്റി വീഴാനുള്ള സാധ്യതയുണ്ട്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതികൂല തരംഗമാണ് വിപണിയെ ഈ രീതിയിലൊരു വിൽപ്പനയിലേക്ക് പ്രേരിപ്പിച്ചത്. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ്. അതിലൊരു സ്വാധീനവും വിപണിയുടെ നീക്കത്തിലുണ്ടായിരുന്നു. എന്നാൽ ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. ആഗോള വിപണികളിൽ മികച്ച മുന്നേറ്റമാണ്. പ്രത്യേകിച്ചും US വിപണികളിൽ അവിടുത്തെ കമ്പനികളുടെ പ്രവർത്തന ഫലം ഒരു അനുകൂല തരംഗം ഉണ്ടാക്കുകയും അതിൻ്റെ പിൻബലത്തിൽ വിപണിയിൽ അവിടെ നേട്ടം തുടരുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിൽപ്പന പ്രവർത്തന ഫലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഇനി അടുത്ത് പ്രധാനപ്പെട്ട പ്രവർത്തന ഫലങ്ങളായി വരാനുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ FMCG മേഖലയിലുള്ള കമ്പനികളുടെ പ്രവർത്തന ഫലമാണ്. നേരത്തെ പുറത്തു വന്ന നെസ്ലയുടെ പ്രവർത്തന ഫലവും വിപണിക്ക് പ്രതികൂലമായിരുന്നു. ഈ ഘടകങ്ങളെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വിപണി വിൽപ്പന സമ്മർദ്ദം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കണം. ശരി, കെ ദിലീപാണ് വിപണി വിലയിരുത്തൽ നൽകിയത്. പ്രമുഖ ഫർണിച്ചർ ബ്രാൻഡായ ഇൻറോയൽ പുത്തൻ ഫർണിച്ചർ മോഡലുകൾ വിപണിയിൽ ഇറക്കി. ഇൻറോയലിന്റെ ബ്രാൻഡ് അംബാസിഡറായ നടി കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച ടെലിവിഷൻ പരസ്യചിത്രത്തിന്റെ റിലീസിംഗും ചടങ്ങിൽ നടന്നു. ഇൻറോയലിന്റെ മികവ് ബോധ്യപ്പെടുത്തുന്നതാണ് പുതിയ പരസ്യം. ഇൻറോയൽ മാനേജിംഗ് ഡയറക്ടറും ഗ്രൂപ്പ് ചെയർമാനുമായ സുഗതൻ ജനാർദ്ദനൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ റെജി ജോർജ്, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ PR രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തെങ്കാശിയിലെ 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫാക്ടറിയിലും തിരുവനന്തപുരത്തെ എക്സ്പോർട്ട് ഓറിയന്റ് യൂണിറ്റിലുമാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളായ റിയൽമി 15, റിയൽമി 15 Pro എന്നീ മോഡലുകളുടെ ലോഞ്ചിംഗ് കൊച്ചിയിൽ നടന്നു. പുതിയ റിയൽമി 15 സീരീസ് സ്മാർട്ട് ഫോണുകൾ ഒട്ടനവധി മികച്ച ഫീച്ചറുകളുമായാണ് വിപണിയിലെത്തുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് ഡിസ്പ്ലേ, ഒപ്പം കരുത്തുറ്റ പുതിയ പ്രോസസർ, ഫോട്ടോ ക്വാളിറ്റിയിൽ മികച്ച അനുഭവം എന്നിവ റിയൽമി 15 Pro വാഗ്ദാനം ചെയ്യുന്നു. പ്രൈമറി സെൻസറിന് പുറമെ മറ്റൊരു 50 MP ലെൻസും റിയൽമി 15 Proയിലുണ്ട്. കൂടാതെ ഇരു മോഡലുകൾക്കും 50 MP ഫ്രണ്ട് ക്യാമറയും വരുന്നു. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിന് വേണ്ട എല്ലാ ഫീച്ചറുകളും ഇരു മോഡലുകളിലും ലഭ്യമാണെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ഫിലിപ്പൈൻസിന്റെ സ്വന്തം ജെയ്ഡ് വൈനെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് വിരുന്നെത്തിക്കുകയാണ് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജൂലി ലൂക്കും റിട്ടയർഡ് ജില്ലാ സാമൂഹിക നീതി ഓഫീസറായ ഭർത്താവ് സാബു ജോസഫും. ഫിലിപ്പൈൻസിൽ മാത്രം സാധാരണ കണ്ടുവരാറുള്ള കണ്ണിന് ഇമ്പമാർന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ വ്യത്യസ്ത ചെടിയെ സ്വന്തം നാട്ടിലേക്കും എത്തിക്കണമെന്ന ജൂലിയുടെ ആഗ്രഹം സഫലമായപ്പോൾ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ജോയൽ വില്ലയിൽ എത്തുന്നവർക്ക് അത് ഒരു പുത്തൻ അനുഭവമായി മാറി. ഒരുപാട് ചെടികൾ, പല വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കളക്ട് ചെയ്യാൻ ഞങ്ങളുടെ ഒരു ഹോബിയാണ്. അപ്പോൾ പല ജില്ലകളിൽ ജോലി ചെയ്യും, പലയിടത്ത് നഴ്സറികളിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ എല്ലായിടത്തും വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു നഴ്സറിയിൽ അന്വേഷിച്ചപ്പോൾ ഇത് റെഡ് ജെയ്ഡ് വൈൻ ഇതുണ്ട്, അത് കട്ടിങ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ വെച്ചത്. ഇതിപ്പോൾ 2 വർഷക്കാലമായി ഇതിപ്പോൾ നട്ടിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ റെഡ് ജെയ്ഡ് വൈൻ ഫിലിപ്പൈൻസ് ആണ് ഇതിൻ്റെ ഒറിജിൻ. അവിടുത്തെ മഴക്കാടുകളിൽ കാണുന്ന ഒരു ചെടിയാണിത്. ഇത് പിന്നെ പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണിത്.
അപ്പം നമ്മുടെ ഇവിടെ ഇത് പൂക്കുമോ എന്നൊന്നും നമുക്ക് സംശയമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ ഇതിന് അനുയോജ്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും പൂക്കളോടുള്ള ആ ഒരു കളറ് കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് ഞങ്ങളിത് ഇവിടെ കൊണ്ടുവച്ചത്. 2 വർഷം കഴിഞ്ഞാണിത് പൂത്തു തുടങ്ങിയത്. വളപ്രയോഗം എന്ന് പറയുന്ന വലുതായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സാധാരണ മറ്റ് ചെടികൾക്ക് ചെയ്യുന്നത് പോലെയുള്ള ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇതെന്നുള്ളത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റ് സൺലൈറ്റ് ആവശ്യമാണ്. അതോടൊപ്പം ഒരു ചെറിയ തണുത്ത കാലാവസ്ഥയും വേണം. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഈ ചെടി വെക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിവിടെ മിസ്റ്റ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും പ്രാവർത്തികമാക്കുക എനിക്കും ഒരു ഹരമായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് സാബു ജോസഫും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഇവിടെ അത് സെറ്റ് ചെയ്തു. പക്ഷേ ഈ ചെടിക്ക് അത് വളരെയധികം പ്രയോജനപ്പെട്ടു. അപ്പോൾ ഒരു തണുത്ത കാലാവസ്ഥയായപ്പോൾ 2 വർഷം കഴിഞ്ഞത് പൂത്തു. ചെറിയ കുലകളായിട്ടാണിത് പിന്നെ ഹാങ് ചെയ്തിങ്ങനെ പൂങ്കുലകൾ താഴേക്ക് വന്നു. ഒരു കുലയിൽ എനിക്ക് തോന്നുന്നു 50 മുതൽ 60 വരെ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇത് നിറച്ച് നെക്ടറാണ്. ഈ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ നിറച്ച് നെക്ടറാണിത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് ഈ തേനെല്ലാം പോയി വെള്ളം നിറഞ്ഞു നിൽക്കുവാണ്. അപ്പോൾ അത് ഏകദേശം കൊഴിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇതിവിടെ പൂക്കുന്നത്. ചിലതിൽ ഞാൻ വായിച്ചു എല്ലാ സീസണിലും ഇത് പൂക്കുമെന്ന്. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് എപ്പോഴും ഇത് പൂക്കുമെന്ന് അറിയില്ല. ഏതായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സിനെ കുറിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം ഭയങ്കര അട്രാക്റ്റീവാണ്, ഭയങ്കര നല്ല കളർഫുള്ളാണ്. പക്ഷേ ഇതിന് പൂക്കൾക്ക് വേണ്ട ഗന്ധമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഹരിചരനും ഞങ്ങൾ 2 പേരും കൂടെയാണ്. സാബു എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വിപുലമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിപ്പോൾ ഈ മിസ്റ്റ് വെച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഓഫീസിൽ പോകുന്ന സമയത്ത് എല്ലാം നനച്ചെത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് മിസ്റ്റ് ഇറിഗേഷൻ സെറ്റ് ചെയ്തത്. പക്ഷേ ജെയ്ഡ് വന്നപ്പോൾ അതിന് നല്ലൊരു അനുയോജ്യമായ ഒരു കാലാവസ്ഥ അത് ഒരുക്കി കൊടുത്തു. പിന്നെ ഇതെന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ് ഈ ജെയ്ഡ് വൈൻ. അത് എല്ലാത്തിലും ചുറ്റിപ്പിടിച്ച് വളഞ്ഞ് എല്ലാത്തിലും കയറും. അപ്പോൾ ഞങ്ങൾക്ക് ആപ്പാടെ കുറച്ച് ഏരിയയേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇത് സ്ക്വയറായിട്ട് ഇവിടെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുവാണിത്. ഇല്ലെങ്കിൽ ഇത് എല്ലാത്തിലും ചുറ്റിപ്പിടിച്ച് പോകും. ജോയൽ വില്ലയിലെ ഈ ജെയ്ഡ് വൈൻ സമ്മാനിക്കുന്നത് മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ഇന്ത്യൻ ഡിജിറ്റൽ പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്താനായി അമൃത വിശ്വവിദ്യാപീഠവും മിലിറ്ററി കോളേജ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും കരാർ ഒപ്പുവച്ചു. സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തൽ, വിദഗ്ധർ പരിശീലനം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്നതാണ് കരാർ. ഗവേഷണവും നവീകരണവും ശക്തിപ്പെടുത്താനും സൈബർ സുരക്ഷാ രംഗത്ത് നൂതന സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തൽ, വിദഗ്ധ പരിശീലനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സഹകരണത്തിനുമാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ കോയമ്പത്തൂർ ക്യാമ്പസും മിലിറ്ററി കോളേജ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് MCTE ഇൻഡോറുമായി ധാരണയായത്. സൈബർ സുരക്ഷയിലും അനുബന്ധ മേഖലകളിലും മികവിന് പേരുകേട്ട രാജ്യത്തെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് അമൃത വിശ്വവിദ്യാപീഠം. പ്രതിരോധ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തത്സമയം സംയുക്തമായി വിശകലനം ചെയ്യുക, പരിശീലന മൊഡ്യൂളുകൾ, ക്യാപ്സ്യൂൾ കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ എന്നിവ സഹകരിച്ച് നടപ്പിലാക്കുക, വൈജ്ഞാനിക വിഭാഗം, വിദ്യാർത്ഥി കൈമാറ്റ സംരംഭങ്ങൾ ആരംഭിക്കുക, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളിൽ ഭാവിയിലേക്ക് ആവശ്യമായ ഗവേഷണങ്ങൾ നടത്തുക എന്നിവയാണ് പ്രധാനമായും ഈ സഹകരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അമൃത വിശ്വവിദ്യാപീഠം സൈബർ സെക്യൂരിറ്റി TIFAC കോർ ഡയറക്ടർ പ്രൊഫസർ സേതുമാധവൻ പറഞ്ഞു. സൈബർ സെക്യൂരിറ്റിയുടെ പല ഏരിയാസിലും ഞങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോഗ്രാഫി, ക്രിപ്റ്റനാലിസിസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, AI ഫോർ സൈബർ സെക്യൂരിറ്റി, 5G കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇതിലെല്ലാം ഞങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട്.
ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു MOU സൈൻ ചെയ്തു MCTE മാവോ ഇൻഡോറിൽ. MCTE പറഞ്ഞാൽ മിലിറ്ററി കോളേജ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഈ MOUൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫാക്കൽറ്റി സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം, മിലിറ്ററിയുടെ പ്രോബ്ലം ഡെഫിനിഷൻ, സൊല്യൂഷൻ ഫോർ ദാറ്റ്, റിയൽ ടൈം സൊല്യൂഷൻ ഞങ്ങൾ കണ്ടുപിടിക്കുക ജോയിൻ്റ്ലി. അതുപോലെ ജോയിൻ്റ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഇൻ ക്രിട്ടിക്കൽ ഏരിയാസ്, ട്രെയിനിങ് മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് ഞങ്ങളുടെ പ്ലാൻ. അമൃത സർവകലാശാലയുടെ അക്കാദമിക് ഗവേഷണ രംഗത്തെ അനുഭവ സമ്പത്തും MCTEയുടെ പ്രവർത്തന സാങ്കേതിക വൈദഗ്ധ്യവും ഒത്തുചേരുമ്പോൾ നൂതന കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ P. അജിത് കുമാർ, MCTEയിലെ ഡെപ്യൂട്ടി കമാൻഡന്റും ചീഫ് ഇൻസ്ട്രക്ടറുമായ മേജർ ജനറൽ ഗൗതം മഹാജൻ എന്നിവർ ചേർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് കൂറ്റൻ ലീഡിലേക്ക്. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 വിക്കറ്റിന് 544 റൺസ് എന്ന നിലയിലാണ്. 150 റൺസ് എടുത്ത ജോ റൂട്ടിന്റെ മികച്ച പ്രകടനമാണ് ഇംഗ്ലണ്ടിന് കരുത്തായത്. ഓപ്പണർമാരായ സാക് റൗളിയും ബെൻ ഡക്കറ്റും അർദ്ധ സെഞ്ചുറിയോടെ മികച്ച തുടക്കമാണ് നൽകിയത്. ബെൻ ഡക്കറ്റ് 94 റൺസിനാണ് പുറത്തായത്. തൊട്ടു പിന്നാലെ എത്തിയ ഒലി പോപ്പ് 71 റൺസ് എടുത്തു. 77 റൺസ് എടുത്ത ബെൻ സ്റ്റോക്കും 21 റൺസുമായി ലിയോൺ ഡോസനുമാണ് ക്രീസിൽ. ഇന്ത്യക്ക് വേണ്ടി രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.